ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോമ്പിനൊക്കെ ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു മസാല കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ആരും മറന്നുപോകല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി ഈ കഞ്ഞി വയ്ക്കാനായിട്ട് ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ നുറുക്ക് ഗോതമ്പ്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ കഴുകി ഞാനിതുപോലെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അരക്കപ്പിൻ്റെ അളവിലുള്ള കഞ്ഞി ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഗോതമ്പും അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കും. കുക്കർ അടച്ച് ഒരു 3-4 വിസിൽ കേൾക്കുമ്പോഴേക്കും ഇതുപോലെ നല്ലതുപോലെ വെന്ത് കിട്ടും. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞ് അതിലങ്ങ് ചേർന്നോളും. നല്ല മയത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കി തന്നെ വെച്ചിരിക്കുക. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ വെച്ച് 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുക്ക് പൊടി ഒരു 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ പൊടിക്കൊക്കെ ഒരു പച്ച മണം കാണുമല്ലേ, അതെല്ലാം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒരു 1-2 മിനിറ്റ് അങ്ങ് തിളച്ച് വരണം. അതിനുശേഷം ഒരു തേങ്ങ മിക്സിയിൽ അരച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് പാലിൽ നിന്ന് ഒരു അര കപ്പ് പാലം ഒഴിച്ചു കൊടുക്കാം. ആ പാലും കൂടെ ചേർന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇതുപോലെ നല്ലതുപോലെ വെട്ടി തിളച്ച് വരണം. അപ്പോഴത്തേക്കും ആ ഗോതമ്പിൽ നമ്മൾ വെന്ത ഗോതമ്പിലേക്കും ആ മസാലയുടെ മണവും അതിൻ്റെ ടേസ്റ്റും എല്ലാം അങ്ങ് പിടിച്ച് വരും. തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്നങ്ങ് യോജിച്ച് വരും. ഇനി ലാസ്റ്റ് ആ ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അധികം തിളയ്ക്കണ്ട. തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന നേരത്ത് തന്നെ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ ഒരുപാടങ്ങ് തിളപ്പിക്കുമ്പോൾ ഒരു പിരിഞ്ഞ പോലെ തോന്നും. അപ്പോൾ അതങ്ങ് മാറിക്കിട്ടും നമ്മൾ പിന്നെ ഈ തേങ്ങാപ്പാൽ ഫ്രഷായിട്ട് ഒഴിക്കുമ്പോൾ. നല്ല അടിപൊളി ഒരു കഞ്ഞിയായത്. നോയമ്പിന് എല്ലാവരും ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കണം. അല്ലാതെ നമ്മൾ പൊടിയേറ്റേക്ക് വെച്ച് അരച്ചൊക്കെ ഒഴിച്ചുണ്ടാക്കത്തില്ല. ഇത് അതിലും സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ. ഇത് ഗോതമ്പും കൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല സുഖമാണ് ഇത് കുടിക്കാനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളെ കഞ്ഞിയുടെ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.